topic today is excel in the grace of giving. ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന കാര്യം അതിങ്ങനെയാണ്. കൊടുക്കുന്ന കാര്യത്തിൽ നാം ഏറ്റവും അധികം എക്സൽ ചെയ്യുക. This phrase is taken from 2 Corinthians chapter 8 verse 7. 2 കൊരിന്ത്യർ 8:7 വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തി വരുവിൻ. Excel in this grace of giving. മുന്തിയിരിക്കുവിൻ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ഏറ്റവും നല്ലവരായിരിപ്പിൻ, ഏറ്റവും മുന്നോട്ട് നിൽക്കുന്നവർ ആയിരിപ്പിൻ. This was an instruction from a man of God who was called by God, and he spoke to this Corinthian church, to the church at Corinth, and said, you excel in many things. You're doing good in many things. You're doing good with respect to your faith, with respect to your speech, with respect to your knowledge, diligence, hard work, your love for us. But now I'm instructing you, excel in the grace of giving. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ ഈ എല്ലാ കാര്യത്തിലും മുൻപോട്ട് നിൽക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, സ്നേഹം, ഇങ്ങനെയുള്ള എല്ലാത്തിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും നിങ്ങൾ മുന്തി വരുവിൻ എന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. So this was an instruction to a church which was excelling, or which was already giving. It was not that the church did not know to give, but then Paul was instructing the church, you giving, but now I want you to excel in your giving. ഈ സഭയോട് പൗലോസ് ഈ കാര്യങ്ങൾ പറയുമ്പോൾ പല കാര്യത്തിലും അവര് മുന്നേറിയിട്ടുണ്ട്. കൊടുക്കുന്ന കാര്യത്തിലും ധർമ്മകാര്യത്തിലും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിലും അവർ മുൻപോട്ട് നിൽക്കുമ്പോൾ തന്നെ വീണ്ടും ഈ കാര്യത്തിൽ നിങ്ങൾ മുന്തി വരുവിൻ എന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നു. And now Paul uses the Macedonian church example to help the Corinthian church to learn about what it means to excel in the grace of giving. മക്കതോനിയ സഭയെ കുറിച്ച് അവരുടെ ഉദാഹരണത്തെ എടുത്തു പറഞ്ഞ് പൗലോസ് ഇവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്, എങ്ങനെയാണ് ഈ കാര്യത്തിൽ വീണ്ടും നിങ്ങൾ മുൻപോട്ട് വരേണ്ടത്. The man of God is giving them principles and instructions from God's word and from the heart of God, so that they would know how God wants them to excel in giving. അവിടെ ഉദാഹരണങ്ങൾ പറഞ്ഞ് വീണ്ടും വിവരിച്ച് ഈ കാര്യത്തെ അവർക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുത്തിട്ട് അപ്പോസ്തലനായ പൗലോസ് നിങ്ങൾ ഇത് എപ്രകാരം ചെയ്യണം എന്ന് അവരെ പ്രബോധിപ്പിക്കുന്നു. Because this is a grace. കാരണം ഇതൊരു കൃപയാണ്. Giving is not something which has to become a burden. It has to flow out as a grace that flows out of you. And that's why Paul said you must excel in the grace of giving. ഈ കൊടുക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ധർമ്മകാര്യത്തിൽ അത് ഭാരത്തോടുകൂടി അല്ലെങ്കിൽ നിർബന്ധത്തോടുകൂടെ ചെയ്യുന്ന ഒരു കാര്യം എന്നതുപോലെയല്ല, ദൈവത്തിൽ നിന്നും പ്രാപിച്ച ഒരു കൃപ എന്നതുപോലെ നിങ്ങൾ അത് ചെയ്യണമേ എന്ന് പൗലോസ് പറയുന്നു. We know the background of this letter or of these chapters, where there was great need in Jerusalem. The saints in Jerusalem were in famine, they were in utter need, and here Paul was taking responsibility for the saints there, and he was motivating and encouraging the Corinthian church to become partners in their suffering. ഇവിടെ ഒരു പ്രത്യേക ആവശ്യത്തിന്റെ മുൻപാകെ നിന്ന് യെരുശലേമിലുള്ള സഭയ്ക്ക് വേണ്ടിയുള്ള ആവശ്യത്തെ ഇവരോട് അറിയിപ്പിച്ചതിന് ശേഷം അതിനുവേണ്ടി നിങ്ങൾ ഔദാര്യമായി കൊടുക്കണമേ എന്നുള്ള വിധത്തിലാണ് പൗലോസ് പറയുന്നത്. So it was all about giving our money, giving our resources for the work of God, for the purposes of God. ഈ പ്രത്യേക സ്ഥലത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ധനം കൊടുക്കുന്നതിനെ കുറിച്ച് നമുക്കുള്ളതിനെ സഹായമായി കൊടുക്കുന്നതിനെ കുറിച്ച് തന്നെയാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. 2 Corinthians chapter 8 verse 9, Paul just says something so amazing, so wonderful. 2 കൊരിന്ത്യർ 8:9 വളരെ ആഴമേറിയ ഒരു കാര്യം ഇതിനോടുള്ള ബന്ധത്തിൽ പൗലോസ് പറയുന്നു. It says, for you know the grace of our Lord Jesus Christ, that though he was rich, yet for your sakes he became poor, that you through his poverty might become rich. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നില്ലയോ? Paul is reminding when he says excel in the grace of giving, he says by the grace
of God, Jesus Christ our Lord, even though he was rich, yet for your sakes he became poor, that you through his poverty might become rich. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉദാഹരണമാണ് പൗലോസ് പറയുന്നത്. നിങ്ങൾ ഈ ധർമ്മകാര്യത്തിൽ എങ്ങനെ മുന്നേറണം, എങ്ങനെ നിങ്ങൾ ഇതിൽ ഏറ്റവും എക്സൽ ചെയ്ത് ഏറ്റവും മുൻപിൽ നിൽക്കണമെന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ഉദാഹരണമാണ് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നില്ല. Great and powerful exchanges were made at the cross of Christ. കർത്താവിന്റെ ആ ക്രൂശിന്റെ അനുഭവത്തിലൂടെ വലിയ കൈമാറ്റങ്ങളാണ് ആ ദിവസം അവിടെ 2 സംഭവിച്ചത്. Corinthians chapter 5 verse 17 says, he became sin for us so that we would become the righteousness of God. അവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്ന മുഖാന്തരം നാം അവന്റെ നീതിയായി തീരേണ്ടതിന് അവൻ അപ്രകാരം ചെയ്തു. The scripture says he did not just take our sins, he became sin for us so that we would walk in the life and in the power of God's righteousness. നാം ദൈവത്തിന്റെ നീതിയിൽ നടക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു. What a wonderful thing God accomplished for us on the cross of Calvary. ക്രൂശിന്റെ മേൽ എത്ര വലിയൊരു പ്രവൃത്തിയാണ് യേശു നമുക്ക് വേണ്ടി He ചെയ്തത്. became sin so that we would be able to walk free of the guilt of sin. അവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നത് മുഖാന്തരം നാം ഈ പാപത്തിന്റെ എല്ലാ ഗിൽറ്റിൽ നിന്നും അതിൻ്റെതായിട്ടുള്ള കുറ്റബോധത്തിൽ നിന്നും പരിപൂർണമായി സ്വാതന്ത്ര്യം പ്രാപിച്ചവരായി നടക്കേണ്ടതിന് യേശു നമുക്ക് വേണ്ടി പാപമായി തീർന്നു. Hallelujah. Galatians chapter 3 verse 13 says, Jesus became a curse for us so that we walk in the blessing of God. He became curse for us. ഗലാത്യ ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം അനുഗ്രഹിക്കപ്പെടേണ്ടതിന് യേശു നമുക്ക് വേണ്ടി ഒരു ശാപമായി തീർന്നു. Everyone who believes in Jesus, God has made the provision for you to walk in the blessing of God. How was that made possible? He himself became a curse so that you could walk in the blessings of God. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം പറയുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങി. Now it says in 2 Corinthians chapter 8 and verse 9, you know the grace of our Lord Jesus Christ, even though he was rich, but for your sakes he became poor, so that by his poverty you might become rich. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നില്ല. Hallelujah. Can we just lift up our hands and say thank you, നമ്മുടെ God. കരങ്ങളെ ഉയർത്തി നന്ദി കർത്താവേ, Thank you നന്ദി for what you യേശുവേ. have done for me on the cross of കർത്താവേ, Christ. ക്രൂശിന്റെ മേൽ നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന പ്രവൃത്തിക്കായിട്ട് നന്ദി യേശുവേ. That you became poor so that I could be spiritually rich, I could be emotionally rich, I could be physically rich, I could be materially rich. I thank you for what you have accomplished for me എല്ലാ on the വിധത്തിലും cross. സമ്പന്നനായി തീരുവാൻ തക്കവണ്ണം എൻ്റെ ശരീരത്തിലും എൻ്റെ മനസ്സിലും എൻ്റെ ആത്മാവിലും എൻ്റെ ഭൗതിക ജീവിതത്തിലും ഒക്കെയും അനുഗ്രഹിക്കപ്പെടേണ്ടതിന് യേശുവേ നീ എനിക്ക് വേണ്ടി ദാരിദ്ര്യത്തിലായി തീർന്ന ആ കൃപയോർത്ത് നിനക്ക് ഞാൻ നന്ദി പറയുന്നു. Hallelujah. Isn't it wonderful? Hallelujah. Hallelujah. The Amen. Greek word became poor comes from a Greek word called Tokio. നമുക്ക് വേണ്ടി അവൻ ഒരു ദരിദ്രനായി തീർന്നു എന്ന് പറയുമ്പം അവിടെ ഒരു ഗ്രീക്ക് പദമാണ് That ഉപയോഗിച്ചിരിക്കുന്നത്. means he was totally depraved. He came to the bottom rung of poverty. He totally lacked every good. That's that Greek word. That's the extent to which Jesus became poor so that he could make you and me rich by his poverty. യേശുവിനുള്ളതൊക്കെയും താൻ മാറ്റിവെച്ചു, അത് പരിപൂർണമായി അത് നീക്കി വെച്ച് നമ്മളോളം താഴ്ന്നു വന്ന് നമുക്ക് വേണ്ടി നമ്മളിൽ ഒരുവനായി അവൻ തീർന്നു എന്നുള്ള ഒരു പദമാണ് നാം അവിടെ വായിക്കുന്നത്. He did not want his children. Who are we? We are the sons and daughters, the children of God. God wants us to be heirs and co-heirs with him, sharers with his divine life and nature. നമ്മെ ദൈവത്തിന്റെ മക്കളാക്കി തീർത്ത് അവൻ്റെതായിട്ടുള്ള ഇൻഹെറിറ്റൻസിലേക്ക് നമ്മെ കൂട്ടവകാശികളാക്കി അവനാക്കി തീർത്തിരിക്കുന്നു. And therefore the word of God says he became poor for us. He became so low for us. He became so extremely poor for us so that you could walk in spiritual richness, emotional richness, in financial richness.
That's the provision God made for you. അവൻ നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു, അത് മുഖാന്തരം നാം സമ്പന്നർ ആകേണ്ടതിന് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും അവൻ നൽകുന്ന ആ സമ്പന്നത നാം അനുഭവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 3 John 2, where John the Apostle is writing to the church and saying, Beloved, I wish that you would prosper in all things just like your spirit prospers. 3 യോഹന്നാൻ 2-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായി ഇരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Just like God has made your spirit prosperous in the whole working of new creation, just like God caused your spirit to be prosperous, now God says, in every dimension and facet of your life, this is my will, this is my heart for you, that you enjoy God's blessings. രക്ഷിക്കപ്പെടുന്ന സമയത്ത് നിന്റെ ആത്മാവിൽ നീ ജീവൻ പ്രാപിച്ച് ആത്മാവ് രക്ഷ പ്രാപിക്കുന്നത് പോലെ തന്നെ നിന്റെ ആത്മാവ് ശുഭമായി ഇരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് നിന്നെക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നാണ് യോഹന്നാൻ പറയുന്നത്. Jesus became poor for us, beloved. യേശു നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. God is a giver. ദൈവം കൊടുക്കുന്നവനാണ്. God is not just a giver, God is a great giver. ദൈവം കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ഔദാര്യമായി ധാരാളമായി കൊടുക്കുന്നവനാണ് ദൈവം. That's why the Spirit of God gives us this instruction, excel in the grace of giving. അതുകൊണ്ട് തന്നെയാണ് ദൈവമക്കളായിരിക്കുന്ന നമ്മോടും ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിക്കുന്നത്, ഈ ധർമ്മകാര്യത്തിൽ നിങ്ങൾ ഏറ്റവും അധികം മുന്നേറണം. God is a giver, God is a great giver. That's his nature. ദൈവം കൊടുക്കുന്നവനാണ്. ദൈവം ധാരാളമായി ഔദാര്യമായി കൊടുക്കുന്നവനാണ്. അത് ദൈവത്തിന്റെ സ്വഭാവമാണ്. That's why it says in Romans 8:32, he could give us his best gift. He did not spare his own son, but he freely gave his best gift, the indescribable gift. That's what the word of God says. The indescribable gift. God gave it to us because God's nature is to give. ദൈവം അങ്ങനെ കൊടുക്കുന്നവനായിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെ പിടിച്ചു വെക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു എന്ന് നാം വായിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? Now this is what happens when the Holy Spirit of God begins to come in power in the midst of a group of people. They are suddenly awakened to the God nature of who God is. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നാം ചലിക്കപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ ഉള്ളത്തിൽ വെളിപ്പെടുമ്പോൾ, ആ കൂട്ടത്തിന്റെ നടുവിലേക്ക് വരുന്ന വലിയൊരു ദൈവിക ബോധ്യമാണ്, ദൈവം കൊടുക്കുന്നവനായിരിക്കുന്നത് പോലെ തന്നെ നാമും കൊടുക്കുന്നവരായി ഇരിക്കണം എന്ന്. When it comes to giving, our giving money is one part of the whole thing, but we become givers like God. നാം നമ്മുടെ സമ്പത്ത് കൊടുക്കുന്നു എന്നുള്ളത് അതിനകത്തെ ഒരു വിഷയം മാത്രം. എന്നാൽ സ്വഭാവം കൊണ്ട് തന്നെ ദൈവത്തെ പോലെ കൊടുക്കുന്നവരായി നാം ആയിത്തീരുന്നു. So the proportion to what you are giving is a direct indicator. The amount of money you are able to give freely to God and God's work and God's purposes is a direct indicator to the degree of the nature of what you have received from God as a giver. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കുവാൻ കഴിയുന്നത് ദൈവത്തിന് വേണ്ടി, ദൈവിക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി, ദൈവിക പദ്ധതികൾക്ക് വേണ്ടി എത്രമാത്രം നമുക്ക് കൊടുക്കുവാൻ കഴിയുന്നോ, നമ്മുടെ സമ്പത്ത് ഔദാര്യമായി നമുക്ക് കൊടുക്കുവാൻ കഴിയുന്നോ, അത് നാം ദൈവത്തെ ഒരു കൊടുക്കുന്നവൻ എന്നുള്ള വിധത്തിൽ എത്രത്തോളം അറിഞ്ഞിരിക്കുന്നുവോ അതേ അളവിലാണ് നമുക്കത് ചെയ്യുവാൻ കഴിയുന്നത്. Hallelujah. Hallelujah. The degree to which we have come to taste of the nature of God's giving, to that degree we will be able to give our time, our talent, our resources, our hard work, even our life and our material resources is only a very small part of that God giving. കൊടുക്കുന്നവനായ ദൈവത്തിന്റെ ഈ കൃപ, ആ സ്നേഹം നാം എത്രത്തോളം അനുഭവിച്ചിരിക്കുന്നുവോ, എത്രത്തോളം നമ്മുടെ ഉള്ളത്തിലേക്ക്
ഹൃദയത്തിലേക്ക് നാം അത് ഗ്രഹിച്ചിരിക്കുന്നുവോ അതേ അളവിൽ തന്നെ നമ്മെയും പിടിച്ചു വെക്കാതെ, നമ്മുടെ ജീവനെ പിടിച്ചു വെക്കാതെ, നമുക്കുള്ളതിനെ പിടിച്ചു വെക്കാതെ, നമ്മുടെ സമയത്തെ പിടിച്ചു വെക്കാതെ അത് കൊടുക്കുവാൻ നമ്മളാൽ അത് കഴിയും. Hallelujah. Praise God. So when you give, you're representing God, whose nature, character and heart is to give. അതുകൊണ്ട് തന്നെ നാം ഏതൊക്കെ സമയങ്ങളിൽ നാം കൊടുക്കുന്നുവോ നാം ദൈവത്തെ തന്നെ, ദൈവത്തിന്റെ ഹൃദയത്തെ, ദൈവത്തിന്റെ സ്വഭാവത്തെ, ദൈവത്തിന്റെ ആ നേച്ചറിനെ നാം പ്രതിബിംബിക്കുന്നവരായി നാം ആയിരിക്കും. Satan is always a taker. He always keeps. He always steals. He never would want to give. We were under the dominion of darkness. That's why we have difficulty giving to God, giving for the purposes of God, because we were under the domain of darkness. That's why when it comes to giving, it's not natural for us to give. പിശാചിന്റെ സ്വഭാവം ഇതിനകത്തുനിന്നും തികച്ചും വിപരീതമായിട്ടാണ്. എല്ലാം പിടിച്ചു മേടിക്കുക, എല്ലാം സ്വന്തമായി ഇങ്ങോട്ട് പിടിച്ചു മേടിക്കുക, മറ്റുള്ളവരിൽ നിന്നും തട്ടിപ്പറിക്കുക, സ്വന്തമാക്കുക, സ്വാർത്ഥതയിലായിരിക്കുക എന്നുള്ളതായിരിക്കുന്നത് കൊണ്ട് അനേക വർഷങ്ങൾ ഈ ഇരുട്ടിന്റെ അധികാരത്തിൽ, ഇരുട്ടിന്റെ രാജ്യത്തിൽ നാം ജീവിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഉള്ളത്തിൽ, നമ്മുടെ മനസ്സിന്റെ മേഖലകളിലൊക്കെയും നാം അപ്രകാരം ചിന്തിക്കുന്നവരായി നാം ആയിത്തീർന്നിരിക്കുന്നു. But even as we walk with God, something happens to the very nature of ours. എന്നാൽ നാം ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ ദൈവത്തെ പോലെ നാം ആയിത്തീരുന്നു. We become like Christ with respect to his giving. Even though he was rich, he became poor so that he could make many rich. നാം ദൈവത്തോട് കൂടെ നടക്കുന്നവരായിരിക്കുമ്പോൾ യേശുവിന്റെ സ്വഭാവം നമ്മളിൽ രൂപപ്പെടുന്നത് അനുസരിച്ച് യേശു നമുക്ക് വേണ്ടി ആയി തീർന്നതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പിടിച്ചു വെക്കാതെ നമ്മെ തന്നെ കൊടുക്കുന്നവരായി, അങ്ങനെയുള്ള ഒരു സ്വഭാവത്തിന്റെ ഉടമകളായി നാം ആയി. How could William Carey come to India? How could Hudson Taylor go to China? How could David Livingstone go to Africa? How could the missionaries go? Except they partook of the vital principle of becoming one with the giver, where they were willing to become poor by giving out what they had to make many rich. ഈ മിഷണറിമാരെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ വില്യം കേരി ഇന്ത്യയിലേക്ക് വന്നു, ഹഡ്സൺ ടൈലർ ചൈനയിലേക്ക് പോയി, ഡേവിഡ് ലിവിങ്സ്റ്റൺ ആഫ്രിക്കയിലേക്ക് പോയി. ഈ ദൈവമനുഷ്യരുടെയൊക്കെയും ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ എന്താണ് ഇവരെ ഇത്ര വലിയ ഒരു ത്യാഗ മനോഭാവത്തിലേക്കും തന്നെത്താൻ പിടിച്ചു വെക്കാതെ തനിക്കുള്ളതൊക്കെയും ദൈവരാജ്യത്തിന് വേണ്ടി ഔദാര്യമായി കൊടുക്കുവാൻ തക്കവണ്ണം ഇവരെ പ്രേരിപ്പിച്ചത് എന്ന് നാം ചിന്തിക്കുമ്പോൾ താൻ ആരാധിക്കുന്ന ദൈവത്തെ പോലെ, സേവിക്കുന്ന ദൈവത്തെ പോലെ തന്നെ കൊടുക്കുന്നവരായി തീരുന്ന ഒരു പ്രക്രിയ അവരുടെ ജീവിതത്തിന്റെ ഉള്ളിൽ സംഭവിച്ചു. How could our spiritual fathers like Alan and Eileen from the young age of late 20s, early 30s, how could they refuse the great pleasures and comforts of their life and choose to come down to a place like India and be used of God? നമ്മുടെ ആത്മീയ മാതാപിതാക്കളായിരിക്കുന്ന അങ്കിൾ ആലനെ കുറിച്ച് നാം, കുടുംബത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവരുടേതായിട്ടുള്ള സുഖങ്ങളെ വിട്ട്, സൗകര്യങ്ങളെ വിട്ട്, ദൈവത്തിന്റെ വിളി കേട്ട് ഈ ഒരു പ്രദേശത്തേക്ക്, ഇന്ത്യയുടേതായിട്ടുള്ള രാജ്യത്തിലേക്ക് കടന്നു വന്ന് ദൈവവേല ചെയ്യുവാൻ തക്കവണ്ണം, അവരെ തന്നെ അവർക്കുള്ളതിനെയൊക്കെയും ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം അവർക്ക് എങ്ങനെ അത് കഴിഞ്ഞു എന്ന് നാം ചിന്തിക്കുമ്പോൾ, how can you enlarge the territories for God? How can you enlarge and lengthen the cords of the tent? You have to be a great giver. എങ്ങനെ നമ്മുടെ കൂടാരത്തെ നമുക്ക് ഇനിയും വിസ്താരമാക്കുവാനായിട്ട് കഴിയും? എങ്ങനെ ഇത് കൂടുതൽ ജനത്തിന് ഇതിനകത്തേക്ക് ശരണം പ്രാപിക്കേണ്ടതിന് ഇതിനെ വലിച്ചു നീട്ടുവാൻ നമുക്ക് കഴിയും? കൊടുക്കുന്നവരായി തീരുക എന്നുള്ളത് അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. Our God is a God who blesses us. നമ്മുടെ ദൈവമോ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. Can we just lift up our hands and say, നമ്മുടെ കരങ്ങളെ ഉയർത്തി, a God who blesses us. ഓ നമ്മുടെ ദൈവമോ അവൻ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. Like Jabez prayed unto God even in the midst of his humble circumstances, and he said, God, I call upon the God of Israel. Oh God, bless me indeed. തന്റേതായിട്ടുള്ള ദീനമായ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ യബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കുമാറാകണമേ, അനുഗ്രഹിക്കുന്നവനായ ദൈവമേ, ഇസ്രായേലിന്റെ ദൈവമേ എന്നെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ, enlarge my territories. എന്റേതായിട്ടുള്ള കർത്താവേ ഈ അതിരുകൾക്ക് നീ വിസ്താരം വരുത്തണമേ. Our God is a God who blesses us. നമ്മുടെ ദൈവമോ നമ്മെ അനുഗ്രഹിച്ച് നമ്മെ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. But this blessing God gives into our life is that we will become channels of blessing.
just like him. എന്നാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് നാം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹം ആയിത്തീരേണ്ടതിനാണ്. അതാണ് അതിനകത്തുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം. He gives to us so that we can give to others. ദൈവം ധാരാളമായി നമുക്ക് തരും, അത് നാം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ഇടയാകേണ്ടതിന്. That was the pattern of the early church. ആദിമസഭയ്ക്കകത്തുണ്ടായിരുന്ന ഒരു സംസ്കാരമായിരുന്നു അത്. Acts chapter 4 verse 34 to 37 we begin to see how the early church functioned. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 34 മുതലുള്ള വാക്യങ്ങളില് ആദിമസഭയ്ക്കകത്ത് അവർ പതിവായി ചെയ്തു വരുന്ന കാര്യങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നു. മുട്ടുള്ളവർ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥന്മാരായവർ ഒക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തന് അവനവന്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. പ്രബോധനപുത്രൻ എന്ന് അർത്ഥമുള്ള ബർന്നബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച കുപ്രദീപുകാരനായ ജോസഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. Now this is what happened in the early church. ആദിമസഭയ്ക്കകത്ത് അവിടെ ആക്ഷരികമായി സംഭവിച്ച കാര്യത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ വായിച്ചത്. Who taught them to give? ആരാണ് ഇങ്ങനെ ഒരു വിധത്തിൽ കൊടുക്കണമെന്ന് അവരെ പഠിപ്പിച്ചത്? Who taught them that they must sell their properties, sell their resources and bring it and place it at the apostles' feet? അവർക്കുള്ളതൊക്കെയും അവർക്കുണ്ടായിരിക്കുന്നതായിട്ടുള്ള നിലങ്ങൾ അത് വിറ്റ് അത് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ ദൈവവേലയ്ക്ക് വേണ്ടി കൊണ്ടുവെക്കണം. ഇങ്ങനെ ഒരു അളവിലുള്ള കൊടുക്കുന്ന വിഷയത്തെക്കുറിച്ച് അവരെ പഠിപ്പിച്ചത് ആര്? So that the work of God could just go without any hindrance, these people practiced. And there was this person called Barnabas who went, sold his property and brought it and kept it at the apostles' feet. ആദിമസഭയ്ക്കകത്ത് വളരെ അതിവേഗതയോടുകൂടെ ദൈവവേല മുൻപോട്ട് പോയി എന്ന് ഒരു വശത്ത് നാം വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ പിന്നിൽ ഇതുപോലെ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ചിലരെ കുറിച്ച് നാം ഇവിടെ വായിക്കുന്നു. ആ സഭയ്ക്കകത്ത് പ്രത്യേകിച്ചും ബർന്നബാസിനെ കുറിച്ച് നാം അവിടെ വായിക്കുന്നു. 37-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് തനിക്ക് ഉണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. Hallelujah. Isn't that wonderful? Amen. Hallelujah. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം വായിക്കുമ്പോൾ അത് ദൈവത്തിൽ വലിയൊരു കാര്യമായി നാം അതിനെ കാണുന്നു. And I believe this is what's going to happen in our midst too. നമ്മുടെ മധ്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവവേലയോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്യുമെന്ന് ഞാൻ. Why could Barnabas do that? എങ്ങനെ ബർന്നബാസിന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുവാൻ കഴിഞ്ഞു? Was it just because he just wanted to do it, or the Spirit of God guided and instructed him to become a partaker of God's nature of giving? ഇത് ചെയ്തേക്കാം, 4 പേര് അറിയട്ടെ എന്നുള്ള വിധത്തിൽ ബർന്നബാസ് ചെയ്ത ഒരു കാര്യമാണോ ഇത്? അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ട് ദൈവവേലയ്ക്ക് വേണ്ടി തനിക്കുള്ളതൊക്കെയും കൊടുക്കണമെന്ന് ഹൃദയപ്രകാരം പ്രേരിപ്പിക്കപ്പെട്ട ഒരു ബർന്നബാസിനെ കുറിച്ചാണോ നാം ഇവിടെ വായിക്കുന്നത്? That's why in a church when the Spirit of God begins to move and begin to cause the understanding and revelation of kingdom and eternity, they become great givers. They give everything for the cause of God. നിത്യതയെക്കുറിച്ചുള്ള ഒരു മനസ്സിലാക്കൽ നമുക്ക് ലഭിക്കുമ്പോൾ, ദൈവരാജ്യത്തെക്കുറിച്ച് ഒരു മനസ്സിലാക്കൽ ലഭിക്കുമ്പോൾ നമുക്കുള്ളതൊക്കെയും ഈ ലോകപ്രകാരമല്ല നിത്യതയ്ക്ക് വേണ്ടി അത് വിതയ്ക്കണമെന്നുള്ള വലിയൊരു മനസ്സിലാക്കലിനാൽ നാം പിടിക്കപ്പെടുന്നു. God wants us to have clear understanding about His principles of giving that we can walk in financial well-being. നമ്മുടേതായിട്ടുള്ള സാമ്പത്തിക മേഖലകളിൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് എല്ലായ്പ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണമുള്ള നിലയിലേക്ക് സാമ്പത്തികമായ നിലവാരങ്ങളിൽ നാം അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ദൈവവചനം അതിനെക്കുറിച്ച് എന്തെല്ലാം പറയുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും നമുക്ക് നല്ലതാണ്. Just like there are natural laws, the laws of gravity, the laws of electricity, the laws of thermodynamics and aerodynamics that control the nature of earth, the things of this earth, God has put spiritual laws into place in the spiritual world. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള വിധത്തിലുള്ള ആ ലോസ് അല്ലെങ്കിൽ നിയമങ്ങൾ അതെപ്രകാരം നാം എല്ലാ ദിവസവും നാം എല്ലാം അതിനെ അനുസരിച്ച് ഈ ലോകത്തിലുള്ള ഭൂമിയിലുള്ള സകല കാര്യങ്ങളും അതിനനുസരിച്ച് നടക്കുന്നത് പോലെ ആത്മീകമായിട്ടുള്ള ദൈവരാജ്യത്തിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള വാല്യൂ സിസ്റ്റംസ്, ദൈവത്തിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. അത് അപ്രകാരം അത് നാം അനുസരിക്കുമ്പോൾ അത് അതുപോലെ തന്നെ പ്രവർത്തിച്ചു വരും. Cornelius was a very wonderful man. He was a man who was very sincere, who was asking to God, God, I just love you. And he was a man of prayer. He was a man of fasting. He was a man who would give alms because he was in love with God and wanted to walk with God.
കൊർന്നേലിയോസിനെ കുറിച്ച് നാം ദൈവവചനത്തിൽ നാം വായിക്കുന്നു. താൻ ഒരു ഭക്തനായിരുന്നു, ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു, ദൈവത്തോട് പ്രാർത്ഥനകൾ കഴിച്ചു വരുന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന് അദ്ദേഹത്തെ കുറിച്ച് നാം വായിക്കുന്നുവല്ലോ. And suddenly, in the midst of his prayer, an angel of God appears. അങ്ങനെ താൻ പ്രാർത്ഥനയിലായിരുന്ന ഒരു പ്രത്യേക ദിവസം ദർശനത്തിൽ ഒരു ദൂതൻ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. An angelic encounter, a messenger from God comes to this man who was earnestly and sincerely praying and asking God. ദൈവത്തോട് പ്രാർത്ഥിക്കുകയും യാചനകൾ കഴിക്കുകയും ദൈവഭയത്താൽ നിറഞ്ഞവനായ ഭക്തനായ ഈ മനുഷ്യൻ തന്റെ പ്രാർത്ഥനയിലായിരുന്ന ഒരു പ്രത്യേക ദിവസം ദൈവത്തിൽ നിന്നുമുള്ള ഒരു ദൂതൻ ഒരു ദർശനത്തിൽ കൊർന്നേലിയോസിന് പ്രത്യക്ഷപ്പെട്ടു. He was God's messenger and he directed Cornelius to Peter, who had revelation and understanding of the truth of God's word. ദൈവത്തിന്റെ ഒരു ദൂതനാ കൊർന്നേലിയോസിന്റെ അടുക്കൽ വരികയും പത്രോസുമായിട്ട് തന്നെ ഘടിപ്പിക്കുകയും ചെയ്തു. ഈ പത്രോസ് മുഖാന്തരം വാസ്തവമായ ദൈവിക ഉദ്ദേശങ്ങളിലേക്ക് നിനക്ക് പ്രവേശിക്കുവാൻ കഴിയും എന്നുള്ള വിധത്തിൽ അവരെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയെ നാം ഇവിടെ കാണുന്നു. This is what always God does. Even as we cry out to God, even as we decide, God, I want to walk in financial well-being. I want to walk just like you, God, even in the realm of my finances. I want to see financial breakthrough in my life, that I can be like a great giver like you, oh God. That I could be a great giver like God. God wants us to understand these principles. And that's why He sends us His word to us, so that we would have a light and revelation to walk in this truth. ദൈവത്തിന്റെ വചനം ദൈവം നമ്മളിലേക്ക് അയക്കുന്നത് ദൈവത്തിന്റെ വഴികളെ നാം പഠിക്കുവാനും അതിൽ നാം എങ്ങനെ അഭിവൃദ്ധി പ്രാപിക്കണം എന്ന് ദൈവം അത് മുഖാന്തരം മനസ്സിലാക്കി തരുകയും ചെയ്യുന്നു. This is what always God does. God brings us truth to us, so that we would know this is how God works. ദൈവത്തിന്റെ സത്യത്തെ ഈ കൊർന്നേലിയോസിന്റെ അടുക്കലേക്ക് ആ ദൂതനെ അയച്ച് വഴി കാണിച്ചു കൊടുത്തതുപോലെ തന്നെ ദൈവത്തിന്റെ സത്യം ദൈവം നമ്മളിലേക്ക് അയക്കുകയും അത് മുഖാന്തരം മുൻപോട്ട് പോകുവാനുള്ള വഴി ദൈവം നമ്മെ കാണിച്ചു തരികയും ചെയ്യുന്നു. And therefore it is very vital for us to have understanding of the principles of giving, so that we can walk in financial well-being. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വചനത്തിന്റെ സത്യങ്ങളെ ദൈവം നമ്മളിലേക്ക് അയക്കുമ്പോൾ അത് സ്വീകരിച്ച് ഒരു ദൈവത്തിന്റെ ദൂതൻ വന്ന് മുൻപോട്ടുള്ള വഴി കാണിച്ചു തരുന്നത് പോലെ തന്നെ ഈ ദൈവവചനത്തിന്റെ സത്യങ്ങളെ സ്വീകരിച്ച് നമ്മുടെ ഉള്ളത്തിലേക്ക് അത് ഏറ്റെടുക്കുക എന്നുള്ളത് നമുക്ക് അനുഗ്രഹമാണ്. 2 Corinthians chapter 9 verse 8 is the biblical definition of God's financial well-being. 2 കൊരിന്ത്യർ 9-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ ദൈവം നമ്മെ സമ്പന്നർ ആക്കേണ്ടതിന് അത് എന്തിനു വേണ്ടി ദൈവം ആക്കുന്നു, എത്രത്തോളം ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ താല്പര്യപ്പെടുന്നു എന്നുള്ള വിഷയങ്ങളെ കുറിച്ച് വ്യാഖ്യാനിച്ച് പറയുന്ന ഒരു ദൈവവചനമാണ്. It says, God is able to make all grace abound toward you, that you have always have all sufficiency in all things, that you may have an abundance for every good work. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തൻ ആകുന്നു. Now this is what God says, even as you take hold of the truth of my word and understand the principles of what I have set in place, God says He's able to make all grace abound towards us, that we have all sufficiency in all things. നിങ്ങളുടെ സമ്പത്തിനോടുള്ള ബന്ധത്തിൽ, നിങ്ങൾക്കുള്ള റിസോഴ്സസിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ വചനം എന്തെല്ലാം പറയുന്നുവോ അതുപോലെ തന്നെ ആ വചനങ്ങൾ ഏറ്റെടുത്ത് അനുസരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ ഇങ്ങനെയൊരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ വചനത്തിൽ വിവരിക്കുന്നത്. What does it mean to walk in financial well-being? Just like we walk in the well-being of our health, the well-being of our emotions, but even in the aspect of our finances, God wants us to enjoy and experience well-being. നമ്മുടെ ശരീരത്തിൽ നാം ആരോഗ്യമുള്ളവരായിരിക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സിൽ അല്ലെങ്കിൽ വികാരങ്ങളിൽ നാം ആരോഗ്യമുള്ള ഒരു വ്യക്തിത്വമായിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ സമ്പത്തിനോടുള്ള ബന്ധത്തിൽ നാം ആരോഗ്യമുള്ളവരായിരിക്കുക എന്ന് നാം പറയുമ്പോൾ ദൈവവചനം അതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? Hallelujah. Amen. This is our inheritance. ഇത് നമ്മുടേതായിട്ടുള്ള ഓഹരിയാണ്. You may be in sickness today, but you know God's inheritance for me is divine healing and divine health. ഇന്ന് നാം ഒരു രോഗത്തിന്റെ അവസ്ഥയിൽ
അവസ്ഥയിലായേക്കാം. എന്നാൽ എന്റെ ഓഹരി, എന്റെ അവകാശം യേശുക്രിസ്തു മുഖാന്തരം പരിപൂർണ സൗഖ്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. This is what God has purchased for me. By His stripes I am healed. He paid for my sickness. By His wounds I am healed. അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ ഈ സകല കഷ്ടങ്ങളും സഹിച്ചിരിക്കുന്നത് കൊണ്ട് ഈ ആരോഗ്യം, ഈ സൗഖ്യമാണ് എന്റെ ഓഹരി എന്ന് നാം I മനസ്സിലാക്കുന്നു. don't need to walk in emotional unwellness. I don't need to walk in emotional stress. I don't need to walk in sickness because the provision and inheritance has been made for me. ഇന്ന് ദുഃഖത്തിനകത്തും നിരാശയ്ക്കകത്തും മനപ്പീഠയ്ക്കകത്തും രോഗത്തിന്റെ അകത്തും ഞാൻ നടക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിനൊക്കെയും വേണ്ടിയുള്ള വില കർത്താവ് ക്രൂശിന്റെ മേൽ ഓൾറെഡി കൊടുത്ത് To the കഴിഞ്ഞിരിക്കുന്നു. degree you will embrace the light and the truth of God's word, you will begin to walk in the reality and experience of God's truth. എത്രത്തോളം ഈ ദൈവവചനത്തിൻ്റെതായിട്ടുള്ള സത്യങ്ങൾ എൻ്റെ ഉള്ളത്തിലേക്ക് ഒരു വെളിപ്പാടായി വരുന്നുവോ, എൻ്റെ ഉള്ളിലേക്ക് ഒരു മാംസമായി ജീവനായി ഇത് വ്യാപരിക്കുന്നുവോ, അത്രത്തോളം ഈ ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നടക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എനിക്കിടയാകും. Today I may be in need, I may be in lack, I may just wait and desire, God, change the situation that I am in financially. God, I'm going through debt, I'm going through need, I'm going through failures. God, Hallelujah. I don't have enough, I want to break through. ഹല്ലേലൂയ. ഇന്ന് ഒരാവശ്യത്തിന്റെ മധ്യത്തിലായിരിക്കും നാം ആയിരിക്കുന്നത്. ഒരു പൈസ പോലും എടുക്കുവാനില്ലാത്ത അവസ്ഥയിലായിരിക്കും. വലിയ സമ്മർദ്ദത്തിന്റെ നടുവിലും ഒരു കടബാധ്യതയുടെ മധ്യത്തിലും നാം ആയിരിക്കുമ്പോഴും ഇതല്ല ദൈവം എനിക്ക് ഓഹരിയായിട്ട് വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ സകല സമ്പന്നതയിലും നടക്കേണ്ടതിന് ദൈവമേ, എന്റെ ജീവിതം മുഖാന്തരം ഞാൻ മറ്റുള്ളവർക്ക് ഔദാര്യമായി കൊടുക്കുന്നവനായി തീരുക എന്നുള്ളതാണ് എന്റെ ഓഹരി എന്ന് മനസ്സിലാക്കി അതിലേക്ക് നാം വിശ്വസിക്കുക. When I go to the mission fields and begin to see the need, begin to see how people need to be trained and equipped, how things must come, how lands must be purchased so that the work of God will prosper, it burns in my heart. Oh God, raise people who are great givers in our king, in our church, so that we will be great givers and do the work of God in this generation. ഈ മിഷൻ ഫീൽഡുകളിലേക്ക് പോകുമ്പോൾ അവിടുത്തേതായിട്ടുള്ള ആവശ്യങ്ങളെ കാണുമ്പോൾ അവിടെ എത്രമാത്രം ആവശ്യങ്ങൾ കിടക്കുന്നു. അവിടെ ലാൻഡ് മേടിക്കണം, അവർക്ക് കൂടി വരുവാൻ ഒരു സ്ഥലം ഒരുക്കി കൊടുക്കണം, അവരുടെ ആവശ്യങ്ങൾക്ക് അവിടെ ഒരു പൂർത്തീകരണം വരണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നടക്കുമ്പോൾ ഇത് കാണുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ എൻ്റെ ഹൃദയം കത്തുന്നത് പോലെയുള്ള അവസ്ഥകളാണ് വരുന്നത്. ദൈവമേ, ഞങ്ങളുടെ മധ്യത്തിലും ഔദാര്യമായി ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുന്ന ചിലരെ നീ എഴുന്നേൽപ്പിക്കണമേ എന്നുള്ള ആഴമേറിയ ഒരു പ്രാർത്ഥനയാണ് ദൈവസന്നിധിയിൽ എനിക്കുള്ളത്. Hallelujah. Hallelujah. I believe God Praise God. is looking at us, and this is, I believe, His heart towards us. Will we lay hold of these biblical truths and walk in financial well-being? നാം ഈ സാമ്പത്തിക മേഖലകളിൽ നാം ഏറ്റവും അധികം ആരോഗ്യത്തിലും അനുഗ്രഹത്തിലും ജീവിക്കേണ്ടതിന് ദൈവം പറയുന്നത് പോലെ നമ്മുടെ ഈ കാര്യങ്ങളിൽ നാം ആയിത്തീരുമോ എന്ന് ദൈവം നമ്മെ നോക്കുന്നു. The biblical definition of financial well-being is that you have enough money to meet your needs and more to give it away for a good cause. 2 കൊരിന്ത്യർ 9:8 നാം വായിച്ചതുപോലെ തന്നെ സാമ്പത്തികമായ മേഖലകളിൽ നാം ആരോഗ്യമുള്ളവരായിരിക്കുന്നു എന്ന് നമ്മെക്കുറിച്ച് പറയണമെങ്കിൽ ദൈവം അതിനെ എങ്ങനെ കാണുന്നു? നമ്മുടെ ആവശ്യങ്ങൾക്ക് പൂർത്തി വരുത്തുക എന്നുള്ളത് മാത്രമല്ല, ധാരാളമായി ഔദാര്യമായി മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയുക എന്നുള്ള ഒരു മേഖലയ്ക്കകത്തേക്ക് വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നാം സാമ്പത്തികമായ മേഖലയിൽ ആരോഗ്യമുള്ളവരായിരിക്കുക എന്ന് പറയുന്നത്. Hallelujah. Hallelujah. That is God's heart for us. That's our inheritance. That God wants us to be financially walking in His blessings. Hallelujah. Amen.